വിശദമായ വാർത്തകളിലേക്ക്. SDPI പോപ്പുലർ ഫ്രണ്ട് മുസ്ലിം ലീഗ് രഹസ്യമായി ചർച്ച നടത്തി. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. വിവരങ്ങളുമായി സ്വാലിഹ് ചേരുന്നുണ്ട്. തത്സമയം സ്വാലിഹിലേക്ക്. മുസ്ലിം ലീഗ് നേതാക്കൾ SDPI നേതാക്കളുമായി പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുമായി തെരഞ്ഞെടുപ്പ് സമയത്ത് കൂടിക്കാഴ്ച നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്നലെ രാത്രിയാണ് PK കുഞ്ഞാലിക്കുട്ടിയും ET മുഹമ്മദ് ബഷീറും SDPI സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ മജീദ് ഫൈസി, പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റ് നസറുദ്ദീൻ എളമരം, ജില്ലയിലെ മുതിർന്ന നേതാവായ ഇക്രാമുൽ ഹക്ക് തുടങ്ങിയവരുമായി കൊണ്ടോട്ടിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത്. കൊണ്ടോട്ടിയിൽ KTDC ഹോട്ടലിൽ കൂടിക്കാഴ്ചയ്ക്കായി എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. SDPI മുസ്ലിം ലീഗ് ബന്ധം എപ്പോഴും ചർച്ചയാവാറുണ്ടെങ്കിലും ഇത്തരത്തിൽ ഇതിനൊരു വ്യക്തമായ ഒരു തെളിവ് പുറത്തു വരുന്നത് ഇത് ആദ്യമായാണ്. മുസ്ലിം ലീഗും SDPIയും സഹകരിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാറ്, അല്ലെങ്കിൽ വോട്ട് മറിക്കുന്നു എന്നുള്ള ഒരു ആരോപണം പല ഘട്ടങ്ങളിലും മലപ്പുറം ജില്ലയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. പൊന്നാനിൽ വലിയ ഒരു മത്സരം നടക്കുന്നു. പ്രത്യേകിച്ച് ET വലിയൊരു ആശങ്കയിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ചർച്ച മുസ്ലിം ലീഗ് നേതാക്കൾ നടത്തിയിരിക്കുന്നത്. ET മുഹമ്മദ് ബഷീറും PK കുഞ്ഞാലിക്കുട്ടിയും ഇത്തരത്തിൽ രഹസ്യമായി ഇവരോട് ബന്ധം പുലർത്തുകയും അതേസമയം KM ഷാജിയെ പോലുള്ള നേതാക്കൾ പോപ്പുലർ ഫ്രണ്ടിനെതിരെ പരസ്യമായി പ്രസംഗിക്കുന്നതും മുസ്ലിം ലീഗിലെ ഒരു പതിവ് കാഴ്ചയാണ്. ഇതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ മുസ്ലിം ലീഗ് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത് കൂടിയാണ് ഈ ദൃശ്യം. ലക്ഷ്മി, സ്വാലി, ഇങ്ങനൊരു ചർച്ച നടന്നു എന്ന കാര്യം മുസ്ലിം ലീഗ് നിഷേധിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പരസ്യമായ ഒരു പ്രതികരണത്തിന് അവർ തയ്യാറായിട്ടുണ്ടോ? അതിനെക്കുറിച്ച് അറിയാമോ? ഈ വിവരം ലഭിച്ച ഉടനെ തന്നെ, ഇത്തരം CCTV ദൃശ്യങ്ങൾ ലഭിച്ച ഉടനെ തന്നെ ലീഗിന്റെ മുതിർന്ന നേതാക്കളുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഇക്കാര്യത്തിൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്ന മറുപടിയാണ് ലഭിച്ചത്. ഏതായാലും വ്യക്തമായ ദൃശ്യങ്ങളാണ്. PK കുഞ്ഞാലിക്കുട്ടി എത്തുന്നു, തൊട്ടുപിറകിലായി ET മുഹമ്മദ് ബഷീർ വരുന്നു. ഒപ്പം തന്നെ SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ മജീദ് ഫൈസിയും ഇക്രാമുൽ ഹക്കും പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റ് നസറുദ്ദീൻ എളമരവും നടന്നു വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരു തരത്തിലും മുസ്ലിം ലീഗിന് ഇക്കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല, നിഷേധിക്കാൻ സാധിക്കില്ല. ഇക്കാര്യത്തിൽ ഒരു പരസ്യ പ്രസ്താവന അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കാൻ ഇതുവരെ നേതാക്കൾ ആരും സന്നദ്ധമായിട്ടില്ല. ലക്ഷ്മി, സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിനെ ഞെട്ടിച്ച് സോണിയാഗാന്ധിയുടെ വിശ്വസ്തനും പാർട്ടി വക്താവുമായ ടോം വടക്കൻ BJPയിൽ ചേർന്നു. കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദിൽ നിന്ന് BJP അംഗത്വം സ്വീകരിച്ചു. പുൽവാമ സ്ഫോടനത്തിലെ കോൺഗ്രസ് നിലപാടിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിടുന്നതെന്നും വടക്കൻ പറഞ്ഞു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ BJP ടിക്കറ്റിൽ ടോം വടക്കൻ മത്സരിക്കുമെന്ന സൂചനയുണ്ട്. അത്യന്തം നാടകീയവും അപ്രതീക്ഷിതവുമായിരുന്നു ടോം വടക്കന്റെ നീക്കം. BJP ആസ്ഥാനത്ത് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത ടോം വടക്കൻ കേന്ദ്രമന്ത്രിയിൽ നിന്നും BJPയുടെ പ്രാഥമിക അംഗത്വം സ്വീകരിച്ചു. AICC സെക്രട്ടറി, പാർട്ടി വക്താവ് എന്നീ ചുമതലകളുള്ള ടോം വടക്കൻ വിവിധ ചാനലുകളിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്നതിലൂടെ പ്രശസ്തനാണ്. പുൽവാമ സ്ഫോടനത്തിലെ കോൺഗ്രസ് നിലപാടിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് പറഞ്ഞ വടക്കൻ പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി. ആത്മാഭിമാനമുള്ള ആർക്കും കോൺഗ്രസിൽ തുടരാനാകില്ല, കുടുംബാധിപത്യമാണ് അവിടെയുള്ളത്, ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്നതാണ് കോൺഗ്രസ് രീതിയെന്നും വടക്കൻ കുറ്റപ്പെടുത്തി. I left the Congress party is with a heavy heart because the attack by the Pakistani terrorist on our land and the reaction from my party was sad indeed. It hurt me deeply when you question the integrity of the armed forces. I'm deeply hurt, and that's precisely the reason why I'm here. BJPയിലേക്കുള്ള ടോം വടക്കന്റെ മാറ്റം കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിച്ചു. ടോം വടക്കന്റെ മാറ്റത്തെക്കുറിച്ച് കേന്ദ്ര നേതാക്കൾ മൗനം പാലിച്ചപ്പോൾ AICC വക്താവ് മാത്രമാണ് പ്രതികരിച്ചത്. हर वो व्यक्ति जो पार्टी छोड़कर किसी दूसरी पार्टी में एक बेहतर भविष्य की तलाश करता है, उसे कुछ ना कुछ कहना पड़ता है.
जब वो आज तक मोदी जी को गालियां देते थे, तो उसके बारे में मोदी जी का, रविशंकर जी का क्या ओपिनियन है? मुझे उम्मीद है आपके चैनल ने जरूर पूछा होगा. BJP ടിക്കറ്റിൽ തൃശൂരിൽ വടക്കൻ മത്സരിക്കുമെന്നാണ് സൂചന. 2009 തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ ശ്രമിച്ചെങ്കിലും അന്ന് PC ചാക്കോയ്ക്കാണ് കോൺഗ്രസ് സീറ്റ് നൽകിയത്. ചാനൽ ചർച്ചകളിൽ പാർട്ടി മുഖമായ വടക്കൻ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കവേ BJPയിൽ എത്തുന്നത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും. ഗുജറാത്തിലടക്കം MLA മാർ കൂട്ടത്തോടെ BJPയിൽ ചേരുന്നതിനിടയിലാണ് ദേശീയ ആസ്ഥാനത്തെ മുഖ്യ വക്താവായ ടോം വടക്കൻ കൂടി BJPയിലായത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ഒഴുക്കുണ്ടാകുന്നത് ആശയപരമായ അടുപ്പം കൊണ്ടാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ടെന്ന് ടോം വടക്കൻ പീപ്പിളിനോട്. കോൺഗ്രസ് വിടാൻ കുടുംബാധിപത്യവും കാരണമായെന്നും അദ്ദേഹം വ്യക്തമാക്കി. നയങ്ങളിലും നിലപാടുകളിലും BJPയും കോൺഗ്രസും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന വിമർശനം കാലങ്ങളായുണ്ട്. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒഴുക്കുണ്ടാകുന്നത് ആശയപരമായ ഐക്യം മൂലമാണെന്ന വിലയിരുത്തലുകളെ ശരിവയ്ക്കുന്നതായിരുന്നു ടോം വടക്കന്റെയും പാർട്ടി മാറ്റം. ആശയപരമായി ഇരു പാർട്ടികളും അടുത്തു നിൽക്കുന്നുവെന്ന ആക്ഷേപത്തെ തള്ളിക്കളയാൻ ടോം വടക്കനും തയ്യാറായില്ല. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒഴുക്കുണ്ടാകുന്നത് പാർട്ടികൾ തമ്മിലുള്ള ആശയപരമായ അടുപ്പം കൊണ്ടാണോ എന്ന് പരിശോധിക്കപ്പെടണമെന്നായിരുന്നു ടോം വടക്കന്റെ അഭിപ്രായം. അത് ചരിത്രം എഴുതുന്നവർക്ക് എഴുതേണ്ട ഒരു കാര്യമാണ്, അന്വേഷിക്കേണ്ട കാര്യമാണ്. അത് ഞാനല്ല അന്വേഷിക്കേണ്ടത്. ചരിത്രം എഴുതുമ്പോൾ അത് അന്വേഷിക്കും. അതെങ്ങനെയാണ് സംഭവിച്ചത്, സംഭവിച്ചോ. കോൺഗ്രസ് വിടാൻ കുടുംബാധിപത്യവും കാരണമായിട്ടുണ്ടെന്ന് വടക്കൻ പറഞ്ഞു. പാർട്ടിയിൽ ഗാന്ധി കുടുംബത്തിൽ നിന്ന് മാത്രം 3 പേരാണ് പ്രവർത്തക സമിതിയിലുള്ളത്. അധികാര കേന്ദ്രങ്ങളിൽ കുടുംബാധിപത്യം പുലർന്നാൽ സാധാരണക്കാരായ പ്രവർത്തകരും നേതാക്കളും എവിടെ പോകുമെന്നും വടക്കൻ ചോദിച്ചു. ഡൈനാസ്റ്റി ഇഷ്യൂ ഉണ്ട്. 3 കുടുംബത്തിലെ 3 കക്ഷികളാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലുള്ളത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ടോം വടക്കൻ BJPയിലേക്ക് പോയതിൽ ആശ്ചര്യപ്പെടേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോൺഗ്രസിൽ ഇത് പുതുമയുള്ള കാര്യമല്ലെന്നും കോൺഗ്രസ് BJPയുടെ റിക്രൂട്ട്മെന്റ് കേന്ദ്രമായി മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോൾ ഇതിൽ പ്രത്യേക ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല. ഇത് ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയുള്ള കാര്യമല്ല. ഇതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞതേയുള്ളൂ, കോൺഗ്രസ് BJPയുടെ ഒരു റിക്രൂട്ടിംഗ് കേന്ദ്രമായി മാറുകയാണെന്ന്. ഇങ്ങനെ ഒരുപാട് നേതാക്കന്മാരാണ് കോൺഗ്രസിലേക്ക് പോയിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ കഷ്ടകരമായിട്ടുള്ള കാര്യം നിൽക്കുന്നത്, പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ പങ്കെടുത്ത് ജയിച്ച ജനപ്രതിനിധികൾ അവർ BJPയിലേക്ക് മാറിയിരിക്കുന്നു, കോൺഗ്രസ്സുകാരായിട്ടുള്ളവർ. അതിലേറ്റവും വലിയ പോരാട്ടം നടന്നുവെന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്ന ഗുജറാത്തിൽ 4 or 5 പേര് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഒട്ടും ആശ്ചര്യപ്പെടാനില്ല. നമ്മുടെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന വോട്ടർമാർക്ക് ഒരാശങ്കയുണ്ടാവില്ല. നല്ല കരുത്തോടെ ഇടതുപക്ഷ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥികൾ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും മത്സരിക്കുന്നുണ്ട്. ഈ സാഹചര്യം അവർ കൃത്യമായി മനസ്സിലാക്കി പ്രതികരിക്കുമെന്ന് തന്നെയാണ് കാണേണ്ടത്. ടോം വടക്കന്റെ വരവിനെ സ്വാഗതം ചെയ്യുന്നതായി BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള. ഇത്തരം കൂടുതൽ വാർത്തകൾ കേൾക്കാമെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. കോൺഗ്രസ് മുങ്ങുന്ന കപ്പലാണെന്നും ശ്രീധരൻപിള്ള കോഴിക്കോട് പറഞ്ഞു. കോൺഗ്രസിൻ്റെ ഉന്നതന്മാരായ നേതാക്കന്മാർ, APC ചുമതലകളും മറ്റും വഹിച്ചിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആ തരത്തിൽ ചുമതലയുള്ളവർ, അവരെ വരെ ഞാൻ ഡൽഹിയിൽ പോയി നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോയി വന്നിട്ടുണ്ട് കേരളത്തിൽ നിന്ന്. ഞാൻ പേരൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് ഒരു മുങ്ങുന്ന കപ്പലാണ്. അതിൽ നിന്ന് ആളുകൾ ചാടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. ടോം വടക്കൻ വന്നത് ഒരാദർശപരമായ കാരണങ്ങളുടെ പേരിലാണ്. വാസ്തവത്തിൽ ഇത്തരം ഒരു പാർട്ടിയുടെ ഔദ്യോഗിക വക്താവായി ഡൽഹി ഇരിക്കാന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരാൾ ഇന്ന് ഈ ദേശവിരുദ്ധ താല്പര്യങ്ങൾക്ക് വേണ്ടി വഴിപ്പെടുന്നതിൽ മനംനൊന്ത് വന്നത് നല്ല കാര്യമാണ്. മലയാളി ചിന്തിക്കേണ്ടതാണ്. ഞങ്ങളേതായാലും ഇങ്ങനെ വരുന്ന ആളുകളെ എല്ലാം സ്വാഗതം ചെയ്യുന്നു. വാർത്തകൾ തുടരുന്നു. ടോം വടക്കനെ പോലെ നിരവധി പേർ ഇനിയും കോൺഗ്രസിൽ നിന്ന് കൊഴിയുമെന്ന് മന്ത്രി MM മണി. കോൺഗ്രസുകാരെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചാൽ ടോം വടക്കന്റെ സ്ഥിതിയാകുമെന്നും മന്ത്രി പറഞ്ഞു. RSS BJPയിലുള്ള 65% പേരും കോൺഗ്രസുകാരാണെന്നും MM മണി തൊടുപുഴയിൽ പറഞ്ഞു. ഇന്ന് RSSും BJPയിലുമുള്ള 65%-ലധികം ആളുകൾ കോൺഗ്രസിന്റെ ആളുകളാണ്. പഴയ കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മുഖ്യമന്ത്രിമാർ, HM ബഹുഗുണയുടെ മക്കള്, പിന്നെ കർണാടകത്തിലെ SM കൃഷ്ണ, ഇങ്ങനെയെല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പൊ പുതിയത് മാറിക്കൊണ്ടിരിക്കുന്നു. ടോം വടക്കൻ അടക്കം മാറിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും അവസാനത്തെ പേരാണ് ടോം വടക്കൻ എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അത് തന്നെയാണ് കോൺഗ്രസ് ഇന്നത്തെ നിലയിൽ എത്തിയത്. കാരണം കോൺഗ്രസ് ഇങ്ങനെ മാറാൻ കാരണം കോൺഗ്രസും
BJPയും തമ്മിൽ ഏതാണ്ട് സദൃശമുണ്ട്. അതാണ്, യോജിപ്പുണ്ട്. രാജ്യത്തെ ജനങ്ങളെ പ്രധാനമന്ത്രി കേൾക്കുന്നില്ലെന്ന് രാഹുൽ ഗാന്ധി. കർഷകരുടെയും സാധാരണക്കാരുടെയും പ്രശ്നങ്ങൾ കേൾക്കാൻ മോദിക്ക് സമയമില്ലെന്നും കുത്തക മുതലാളിമാരുടെ ശബ്ദം മാത്രമേ മോദി കേൾക്കുന്നുള്ളൂവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഞങ്ങളുടെ മൻ കി ബാത് മോദി ശ്രദ്ധിക്കണമെന്നും രാഹുൽ ഗാന്ധി കോഴിക്കോട് വ്യക്തമാക്കി. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന ജനമഹാറാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. The Prime Minister's job is not to tell the nation his Man Ki Baat. The Prime Minister's job is to listen to the Man Ki Baat of every single citizen of India. So what we have seen over the last 5 years is the governance of Man Ki Baat, one man's Man Ki Baat. MLA-മാരായ ഹൈബി ഈഡൻ, അടൂർ പ്രകാശ്, AP അനിൽകുമാർ എന്നിവർക്കെതിരെ ലൈംഗിക പീഡനത്തിന് ക്രൈംബ്രാഞ്ച് കേസെടുത്തു. സോളാർ കേസുമായി ബന്ധപ്പെട്ട് യുവതി നൽകിയ പരാതിയിലാണ് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ FIR ഇട്ടത്. സോളാർ വ്യവസായം തുടങ്ങാൻ സഹായ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നായിരുന്നു യുവതിയുടെ പരാതി. ഹൈബി ഈഡനെതിരെ ബലാത്സംഗത്തിനും അടൂർ പ്രകാശ്, AP അനിൽകുമാർ എന്നിവർക്കെതിരെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനും സ്ത്രീത്വത്തെ അപമാനിച്ചതിനുമാണ് കേസ്. ലൈംഗിക പീഡനത്തിന് ഇരയായ യുവതി ഇത് സംബന്ധിച്ച് പോലീസിന് പരാതി സമർപ്പിച്ചിരുന്നു. പരാതിയും ഇരയുടെ മൊഴിയും പരിശോധിച്ച നിയമവിദഗ്ധർ കേസെടുക്കാൻ നിയമോപദേശവും നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് FIR ഇട്ടത്. ജനപ്രതിനിധികൾക്കെതിരായ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കൊച്ചിയിലെ പ്രത്യേക കോടതിയിലേക്ക് കേസ് മാറ്റി. കോടതിയിൽ ഹാജരായി 3 MLA-മാരും ജാമ്യമെടുക്കുകയും വിചാരണ ഉൾപ്പെടെയുള്ള തുടർ നടപടികൾക്ക് ഇനി വിധേയമാവുകയും വേണം. 3 MLA-മാർ ലൈംഗിക പീഡന കേസിൽ ഉൾപ്പെട്ടത് കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായ പശ്ചാത്തലത്തിൽ വിശേഷിച്ചു. ലൈംഗിക പീഡന കേസിൽ ഉൾപ്പെട്ട 3 പേരും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ പരിഗണിക്കുന്ന പേരുകളുമാണ്. ഇവർ സ്ഥാനാർത്ഥികളായാൽ തങ്ങൾക്കെതിരായ ക്രിമിനൽ കേസുകളുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് ചട്ടം അനുസരിച്ച് പരസ്യപ്പെടുത്തേണ്ടി വരും. താൻ ബലാത്സംഗ കേസിൽ പ്രതിയാണെന്ന് ഹൈബി ഈഡനും തങ്ങൾ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡന കേസിൽ പ്രതികളാണെന്ന് AP അനിൽകുമാർ, അടൂർ പ്രകാശ് എന്നിവർക്കും പത്രപരസ്യം നൽകേണ്ടി വരും. ഇതും കോൺഗ്രസിനെയും UDF-നെയും രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കുമെന്നുറപ്പ്. സാലി മുഹമ്മദ്, കൊച്ചി. തിരികെ വാർത്തകളിലേക്ക്. റഫാൽ പുനഃപരിശോധനാ ഹർജികളിൽ സുപ്രീം കോടതി വിധി പറയുന്നതിനായി മാറ്റി. പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് ചോർത്തിയ രേഖകൾ റഫാൽ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം പരിശോധിക്കാമെന്ന് സുപ്രീം കോടതി. അഴിമതി കേസുകളിൽ ആവശ്യമെങ്കിൽ രഹസ്യരേഖകൾ വിവരാവകാശ നിയമപ്രകാരം കൈമാറാനാകുമെന്ന് വാദത്തിനിടെ കോടതി ചൂണ്ടിക്കാട്ടി. ഹർജിക്കാരായ പ്രശാന്ത് ഭൂഷൺ, യശ്വന്ത് സിൻഹ, അരുൺ ഷൂറി എന്നിവർ സമർപ്പിച്ചത് മോഷ്ടിച്ച രേഖകൾ. അതിനാൽ വാദം കേൾക്കരുതെന്നും പുനഃപരിശോധന ഹർജി തള്ളിക്കളയണമെന്നുമായിരുന്നു കേന്ദ്ര സർക്കാർ വാദം. രേഖകളെല്ലാം ഔദ്യോഗിക രഹസ്യ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് എന്നും അറ്റോർണി ജനറൽ KK വേണുഗോപാൽ വാദിച്ചു. രാജ്യസുരക്ഷയാണ് പ്രധാനം. ഇത് പൂർണ്ണമായും അംഗീകരിക്കാൻ കോടതി തയ്യാറായില്ല. പ്രസിദ്ധീകരിക്കപ്പെട്ട രേഖകൾക്ക് എന്ത് രഹസ്യമാണുള്ളത്? പ്രതിരോധ കരാർ പരസ്യമാക്കിയത് രാജ്യസുരക്ഷയെ ബാധിക്കില്ലെന്നും ജസ്റ്റിസ് AK കൗൾ പരാമർശിച്ചു. രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ പോലും അഴിമതിയും മനുഷ്യാവകാശ ലംഘനങ്ങളും സംബന്ധിച്ച കാര്യങ്ങൾ കോടതിയുമായി പങ്കുവെക്കേണ്ടതാണെന്ന് ജസ്റ്റിസ് KM ജോസഫും ചൂണ്ടിക്കാട്ടി. റഫാലിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ രക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. പൊതു താൽപര്യമാണ് റഫാലിൽ കോടതി പരിഗണിക്കേണ്ടത്. മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന് പൊതുസമൂഹത്തിന് മുമ്പുള്ള രേഖകൾക്ക് രഹസ്യരേഖ എന്ന പരിരക്ഷ ലഭിക്കില്ലെന്ന് ഹർജിക്കാരനായ പ്രശാന്ത് ഭൂഷൺ വാദിച്ചു. റഫാലിനെ കുറിച്ചുള്ള CAGയുടെ റിപ്പോർട്ട് സർക്കാരിന് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ റിപ്പോർട്ടിലെ ചില വിവരങ്ങൾ മുദ്രവച്ച കവറിൽ സർക്കാർ കോടതിയിൽ സമർപ്പിച്ചു. ഇതെങ്ങനെ സാധിച്ചുവെന്നും ഭൂഷൺ ആരാഞ്ഞു. രേഖകൾ ഫോട്ടോ കോപ്പിയാണെന്ന് പറഞ്ഞതിലൂടെ എല്ലാം യഥാർത്ഥ രേഖകളാണെന്ന് വ്യക്തമായതായി അരുൺ ഷൂറിയും പറഞ്ഞു. വാദം പൂർത്തിയായതിനെ തുടർന്ന് വിധി പറയാൻ മാറ്റി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ശബരിമല വിഷയം ഉന്നയിച്ച ശബരിമല കർമ്മസമിതി വീടുകളിൽ ലഘുലേഖകൾ പ്രചരിപ്പിക്കുന്നതായി പരാതി. ഇതിനെതിരെ LDF ചീഫ് ഇലക്ടറൽ ഓഫീസർക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകി. മതചിഹ്നങ്ങളും ദൈവങ്ങളുടെ ചിത്രങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കാൻ പാടില്ലെന്നിരിക്കെയാണ് BJP പ്രവർത്തകർ ശബരിമല വിഷയം മുൻനിർത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതെന്ന് LDF തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി കുറ്റപ്പെടുത്തി. ശബരിമല കർമ്മസമിതിയുടെ പേരിൽ BJP പ്രവർത്തകരാണ് വീടുകൾ കയറിയിറങ്ങി ലഘുലേഖകൾ വിതരണം ചെയ്യുന്നത്. നരേന്ദ്രമോദിക്കും BJPക്കും വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടുള്ള നോട്ടീസിനോടൊപ്പം ശബരിമല വിഷയം മുൻനിർത്തിയുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുപ്രീം കോടതി വിധിയെ വസ്തുതാവിരുദ്ധമായി ചിത്രീകരിക്കുന്നതാണ് ലഘുലേഖകളെന്ന് LDF ചൂണ്ടിക്കാട്ടി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെക്കുറിച്ച് വോട്ടർമാർക്കിടയിൽ അവമതിപ്പും തെറ്റിദ്ധാരണയും പരത്താനും സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്താനും ലക്ഷ്യമിട്ടാണ് ലഘുലേഖ പ്രചരിപ്പിക്കുന്നതെന്ന് LDF തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ M. വിജയകുമാർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കോഡ് ഓഫ് കോണ്ടക്റ്റിനെതിരാണ്, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്കെതിരാണ്, ഇന്ത്യൻ ഭരണഘടനയ്ക്കുമെതിരാണ്. മതത്തിൻ്റെ പേരിലും ദൈവത്തിൻ്റെ പേരിലും വോട്ട് പിടിക്കാൻ പാടില്ല. കോടതികളുടെ വിധികളുണ്ട്.
സുപ്രീം കോടതി വിധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നതും ശബരിമല വിധി തെറ്റായി പ്രചരിപ്പിക്കുന്നതും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്കെതിരാണ്. BJP സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയ മോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങളും ലഘുലേഖകൾക്കൊപ്പം വിതരണം ചെയ്യുന്നുണ്ട്. വാർത്താസമ്മേളനത്തിൽ CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ, CPI ജില്ലാ സെക്രട്ടറി GR അനിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. കേരള കോൺഗ്രസിലെ തർക്കത്തിൽ ഹൈക്കമാൻഡിന് അതൃപ്തി. തർക്കം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുൻതൂക്കം നഷ്ടപ്പെടുത്തി മറ്റു സീറ്റുകളിലെ ജയസാധ്യതയും ഇത് ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇനി കേരള കോൺഗ്രസിനോട് ഉദാര സമീപനം വേണ്ടെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം നിലപാടെടുത്തു. പ്രതിസന്ധി രൂക്ഷമായാൽ കോട്ടയം സീറ്റ് ഏറ്റെടുക്കണമെന്ന അഭിപ്രായവും കോൺഗ്രസിൽ ശക്തമാവുകയാണ്. കേരള കോൺഗ്രസിൽ തർക്കം തുടരുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് കർശനമായ നിലപാട് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചത്. വിഷയത്തിൽ അതൃപ്തി അറിയിച്ച ഹൈക്കമാൻഡ് തെരഞ്ഞെടുപ്പിൽ UDFന് ലഭിക്കേണ്ട മുൻതൂക്കം തർക്കം ഇല്ലാതാക്കിയതായും വിമർശിച്ചു. കേരള കോൺഗ്രസിൽ തർക്കം രൂക്ഷമാകുന്ന പക്ഷം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി ഇരുകൂട്ടർക്കും യോജിപ്പുള്ള പൊതുസമ്മതനെ കോട്ടയത്ത് നിർത്തുക, അല്ലെങ്കിൽ കോട്ടയം സീറ്റ് ഏറ്റെടുക്കണമെന്ന അഭിപ്രായവും കോൺഗ്രസിനുള്ളിൽ ശക്തമാകുകയാണ്. കേരള കോൺഗ്രസിനെതിരെ വലിയ അമർഷവും കോൺഗ്രസിനുള്ളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. കോട്ടയത്തെ തർക്കം പത്തനംതിട്ട, ഇടുക്കി സീറ്റുകളിലെ വിജയസാധ്യതയെ പോലും ബാധിച്ചേക്കാമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. സമീപ മണ്ഡലങ്ങളിലെ വിജയസാധ്യതയെയും തർക്കം ബാധിച്ചേക്കാമെന്ന് ഹൈക്കമാൻഡും കണക്കുകൂട്ടുന്നു. തർക്കത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി നേതാക്കളിൽ നിന്നും ഇതിനോടകം തന്നെ വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. കേരള കോൺഗ്രസിനോട് ഇനി മൃദു സമീപനം വേണ്ടെന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു വിഭാഗം നിലപാടെടുത്തിട്ടുണ്ട്. കേരള കോൺഗ്രസിനെ മുന്നണിയിലേക്ക് തിരികെ കൊണ്ടുവരികയും കോൺഗ്രസിന് ലഭിച്ച രാജ്യസഭാ സീറ്റ് നൽകിയ കാര്യവും ഇവർ ഉന്നയിക്കുന്നു. ഏതായാലും പ്രശ്നപരിഹാരം എത്രയും വേഗം കൈക്കൊണ്ടില്ലെങ്കിൽ വിഷയം തെരഞ്ഞെടുപ്പിൽ UDFനെ ബാധിക്കുമെന്നതിൽ സംശയമില്ലെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.